ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ടോൾസ്റ്റോയിയുടെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ദ മാസ്റ്റർ എന്നാണ് കഥയുടെ പേര്. ദ മാസ്റ്റർ. കഥ ഇങ്ങനെയാണ്. ഒരു കുശിനിക്കാരൻ അവൻ കോഴിയിറച്ചി കറി വയ്ക്കുകയാണ്. കോഴിയിറച്ചി കറി വയ്ക്കുമ്പം കോഴിയുടെ കഴുത്തവൻ കണ്ടിച്ചു, കാല് കണ്ടിച്ചു, വേസ്റ്റ് എല്ലാം പുറത്തേക്ക് എറിഞ്ഞു. ഉടനെ അവിടുത്തെ വീട്ടിലെ പട്ടി ഇതെല്ലാം തിന്നു. പട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കോഴിത്തലയൊക്കെ തിന്നിട്ട്. പട്ടി പറഞ്ഞു, എത്രയോ നല്ല കുക്കാണ് ഇവിടുത്തെ. ഓ, എന്ത് ടേസ്റ്റിയാണ് അവൻ്റെ ഭക്ഷണങ്ങൾ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പയറ് സൂപ്പാണ്, പച്ചപ്പയറിട്ട സൂപ്പ്. അയാൾ എന്ത് ചെയ്തു, ഈ സൂപ്പിന് വേണ്ടി പയറിൻ്റെ രണ്ടറ്റം ഞെട്ട് അരിഞ്ഞ് മാറ്റി പുറത്തേക്ക് എറിഞ്ഞു. പട്ടി അത് വായിലിട്ട് ചവച്ചു. പയറിൻ്റെ ഞെടുപ്പ് തിന്ന പട്ടിക്ക് വല്ല ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. ഉള്ളിയെടുത്ത് അതിൻ്റെ ഞെടുപ്പ് കണ്ടിച്ച് അതും മുറ്റത്തേക്ക് എറിഞ്ഞു. പട്ടി അതും പോയി കടിച്ചു നോക്കി. ഒന്നിനും കൊള്ളിയല്ല. അതിനുശേഷം ക്യാരറ്റിൻ്റെ അറ്റം മുറിച്ച് ആ ഞെടുപ്പ് എടുത്തെറിഞ്ഞു. പട്ടി അതും കടിച്ചിട്ടു. ഇത്രയായപ്പം പട്ടിയുടെ നിയന്ത്രണം വിട്ടു. പട്ടി ഉടനെ കുക്കിനെ ചീത്ത വിളിച്ചു. ഇതെവിടെ കിടന്ന കുക്കാണ്? ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇത് കൂടെ മൊരഞ്ഞ കുക്കിനെ ഈ ലോകത്ത് കാണിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടോൾസ്റ്റോയ് എഴുതി വയ്ക്കുകയാണ്. കുക്ക് മറുപടി പറഞ്ഞു, എന്താണ്? ഞാൻ എൻ്റെ യജമാനൻ്റെ ഭക്ഷണമേശ ഒരുക്കുകയാണ്. ചുറ്റും നിൽക്കുന്നവർ എന്തു കുരയ്ക്കും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ ഈ പഴയ കഥ നിങ്ങളോട് പറയാൻ കാരണം, വിശ്വാസിക്ക് ജീവിതത്തിൽ വേണ്ട ചില അടിസ്ഥാന ഭാവങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അതെല്ലാ കാലവും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് സഭ മുമ്പോട്ട് കൊണ്ടുപോയത് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് സമീപകാല പ്രശ്നങ്ങൾ, പല ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾക്കും അമിത വാർത്താ പ്രാധാന്യം കൊടുത്ത് ഊതിപ്പെരുപ്പിക്കാൻ ആളുകൾ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ സഭയാകെ തകർച്ചയുടെ വക്കിലെത്തി ഇത് മുങ്ങുന്ന കപ്പലാകും എന്നുള്ള ധാരണ പരത്താൻ പലരും ശ്രമിക്കുമ്പോൾ, അല്ലയോ വിശ്വാസി, നീ തിരിച്ചറിയണം, തിരുസഭയോടൊത്ത് ഒരു മനസ്സോട് ഒരു ഹൃദയത്തോടെ വ്യാപരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം സഭയ്ക്കെതിരായി നുണ പറഞ്ഞ് പ്രചാരണം നടത്തുന്നവർക്കെതിരെ യൂത്ത് ഇന്നാളും എന്നോട് ഒരു മീറ്റിങ്ങിൽ വെച്ചു, ഇതൊരു വലിയ യൂത്തിൻ്റെ കൺവെൻഷൻ. യൂത്ത് പറഞ്ഞു, സഭയെക്കുറിച്ച് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെറ്റാണ് പലതും, അതിനോട് സഭ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ ചോദിച്ചു, ആരാ പ്രതികരിക്കണ്ടേ? ഈ സഭയെന്ന് പറഞ്ഞ ആരാ? ഈ തൊപ്പി വെച്ച് ഞങ്ങളാ സഭയെന്ന് പറഞ്ഞ? അല്ലെങ്കിൽ ലോവയിട്ട അച്ഛന്മാർ മാത്രമാണ് സഭ? സഭയിൽ പ്രതികരിക്കേണ്ടത്, ഇത് സത്യമല്ല എന്ന് പറയേണ്ടത് സഭയുടെ മക്കളായ വിശ്വാസികളാണ്. കുമ്പസാരക്കൂട്ടിൽ തിന്മയായത് സംഭവിക്കുന്നു എന്ന് വിടുവായത്തം പറയുന്നവൻ്റെ വായടയ്ക്കാൻ പ്രിയപ്പെട്ട പാറേപ്പള്ളിയിലെ അമ്മച്ചിമാരെ നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. നിങ്ങളാ പറയേണ്ടത്. ഞങ്ങൾ പതിറ്റാണ്ടുകളായി കുമ്പസാരിക്കുന്ന സത്യക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ആ ഒരു അനുഭവം പറയുന്നവൻ ഈ സഭയെ താറടിക്കാൻ പറയുന്നതാണ് എന്ന് പള്ളിയിലച്ഛനാണ് പറയേണ്ടത്? മെത്രാണിച്ചനാണ് പറയേണ്ടത്? അതോ കുമ്പസാരിക്കുന്ന അമ്മച്ചിമാരായ നിങ്ങളാണ് പറയേണ്ടത്? പറ, നിങ്ങളാ പറയേണ്ടത് അല്ലയോ? നിങ്ങൾ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, വേറെ ആര് പറഞ്ഞിട്ട് അതിനകത്ത് കാര്യമില്ല. പ്രിയപ്പെട്ട അമ്മമാരെ,
നമ്മൾ വാതുറന്ന് സംസാരിക്കണം. സഭയുടെ ശത്രുക്കൾ ഉച്ചഭാഷിണി വെച്ച് സഭയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ സഭയ്ക്ക് അനുകൂലമായി ഒരു വരി എഴുതാൻ, ഒരു വാക്ക് സംസാരിക്കാൻ, തിരുസഭയെക്കുറിച്ച് നല്ലത് പറയാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും നാം കൂടുതൽ സന്നദ്ധരാവണം, തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ ഓർക്കുക. സഭയെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നവരെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. സഭയ്ക്കെതിരായി സംഘടിതമായ നീക്കം ഒരുപാട് മേഖലകളിൽ നടത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ തിരുസഭയെ അമ്മയായി കരുതി സ്നേഹിക്കുക. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും കൂടുതൽ സഭയെക്കുറിച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. വീടുകളിലിരുന്ന് തിരുസഭയെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് പോലും പറയുകയില്ല എന്ന് പറയും നമ്മുടെ മക്കളുടെ മുമ്പിൽ. പിള്ളേരുടെ കേക്കലിരുന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നവരുണ്ട്. പണ്ടൊരു വീട്ടിൽ ഞാൻ വെഞ്ചരിക്കാൻ പോകുമ്പോൾ കയ്യാലമാട്ടെ നിന്നൊരു കൊച്ച്, എൻ്റെ പഴയ ഇടവപ്പള്ളി, എന്നെ വിളിച്ചു, കള്ള കത്തനാരെ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ദൈവമേ, ഇതാരുടെ പിശാച് ബാധ, എന്നാ ഇത് സംഭവം? നോക്കുമ്പോൾ ഒരു 4 വയസ്സുള്ളൊരു കൊച്ചൻ, ആ കൊച്ച് മിടുക്കൻ, നല്ല സ്മാർട്ട് ബോയ്. അവൻ അവിടെ നിന്ന് കൈയൊക്കെ വീശി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവൻ എന്നെ കള്ളക്കത്തനാരെന്ന് വിളിച്ച് അവമാനിക്കാൻ വിളിച്ചതല്ല, അവൻ വെരി റവറൻഡ് ഫാദർ എന്ന് വിളിച്ചതിന് തുല്യമായിട്ടാണ് എന്ത് വിളിച്ചത്. ഒന്നുകൂടി അത് വിളിച്ച് കേൾക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഈ അമ്പരന്ന് നോക്കി നിൽക്കുക. അവൻ്റെ മമ്മി ഓടി വന്നു. 10-30 വയസ്സുള്ളൊരു പെണ്ണാണ്. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ, ഒന്നും വിചാരിക്കല്ലേ, അവൻ അറിയാൻ മേലാണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അതെനിക്കറിയാടി, അവൻ അറിയാൻ മേലാണ്ട് പറഞ്ഞാന്ന് എനിക്കറിയാമല്ലോ, സാരമില്ല. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, എടി, പക്ഷേ നിന്റെ കൊച്ച് ഈ വെള്ളയുടുപ്പിട്ടവരെ കാണുമ്പോൾ ഇങ്ങനെയാ വിളിക്കേണ്ടതെന്ന് എങ്ങനെയാ അറിഞ്ഞത് എന്നോർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. എങ്ങനെയാ അറിഞ്ഞത്? വീട്ടിലിരുന്ന് അപ്പനും അമ്മയും കൂടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ഏത്? അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ, അമ്മച്ചിമാർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ പദം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. ആ കൊച്ചൻ നല്ല പയ്യനാണ്, മിടുക്കനാണ്. പക്ഷേ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ തിരുസഭയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നമ്മുടെ വാക്കുകളിൽ കടന്നുകൂടും. സഭയില്ലാതെ ഈ വിശ്വാസത്തെ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കുക നമുക്ക് അസാധ്യമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഈ സഭ എന്ന് പറയുന്നത് മെത്രാണിച്ചനോ മാർപ്പാപ്പായോ പള്ളിയിലച്ചനോ കുറെ വിശ്വാസികളോ ഒന്നുമല്ല. സഭ എന്ന് പറയുന്നത് മിശിഹാ തമ്പുരാന്റെ തിരുശരീരം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെ അധിക്ഷേപിക്കാനുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മിശിഹായ്ക്കെതിരായ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് തിരുസഭയ്ക്കെതിരായ പ്രവർത്തനങ്ങളായി മാറ്റപ്പെടുകയാണ്. സഭയിൽ കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സഭയിൽ നീതി കൊണ്ടുവരാൻ വേണ്ടിയാണ്, സഭയിൽ സത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, അതല്ല എങ്കിൽ സഭയെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാജേന സംസാരിക്കുന്നവരെയാണ് ഈശോ എന്ത് പേര് വിളിച്ചത്? വ്യാജ പ്രവാചകന്മാര്, കള്ള ക്രിസ്തുമാര് എന്ന് വിളിച്ചു. അവരെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, അതൊരു കെട്ടിടമല്ല, അതൊരാൾക്കൂട്ടമല്ല, മറിച്ച് അത് ഈശോ മിശിഹ എന്ന വ്യക്തിയാണ്, അവൻ്റെ തിരുശരീരമാണ്. പരിശുദ്ധ കുർബാന എപ്രകാരം ഈശോയുടെ തിരുശരീരമാകുന്നുവോ അതുപോലെ ഈ തിരുസഭ ഈശോ മിശിഹായുടെ തിരുശരീരമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ അത് അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, വിശ്വാസികളായ അൽമായരായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, അവർ
ഈ ശരീരത്തിൻ്റെ ഭാഗം അല്ലാതായിത്തീരും. തായ്തടിയോട് ചേർന്ന് നിൽക്കാത്തതെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. മനസ്സിലാവുന്നു? നഖം വെട്ടിക്കളയുന്നത് പോലെ നഖവും ശരീരത്തിൻ്റെ ഭാഗമാണ്. അത് തായ്തടിയോട് ചേർന്ന് നിൽക്കുകയോ അതിൽ നിന്ന് ഫലം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യാതെ വരുമ്പോൾ നഖവും മുടിയുമൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് നാം പുറന്തള്ളപ്പെടുന്ന സാഹചര്യമുണ്ടാകും. സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുക. ഒരു രഹസ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഈ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നത് ഇത്രമേൽ പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, സഭയെ ഈശോ സ്ഥാപിച്ചത് എന്തിനു വേണ്ടി എന്നോട് നിങ്ങൾ ചിന്തിക്കുക. സഭയെ ഈശോ സ്ഥാപിച്ചത് പിശാചിനെതിരായി പോരാടാൻ വേണ്ടിയാണ്. കാരണം എന്താ? കുരിശേൽ പിശാചിനെ തോൽപ്പിച്ച ഈശോ മിശിഹ കുരിശേൽ പിശാചിനെ തോൽപ്പിച്ചു. അവിടുന്ന് പിശാചിനെ തോൽപ്പിച്ച ഈശോ മിശിഹായ്ക്കറിയാം ഇനിമേൽ പിശാച് ആക്രമിക്കാൻ വരുന്ന ആരെയായിരിക്കും? ഈശോയുടെ മക്കളായ നമ്മളെയാണ് പിശാച് ആക്രമിക്കാൻ വരും. പിശാചിനത് വ്യക്തമായിട്ടറിയാം. ഈശോയെ ഇനി തോൽപ്പിക്കാൻ പറ്റിയാൽ, ഇനി ഈശോയെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനുള്ള വഴി ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുത്ത നമ്മൾ ഓരോരുത്തരെയും തോൽപ്പിക്കാനാണ് പിശാചിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി പിശാച് നമുക്കെതിരായി പാഞ്ഞു നടപ്പുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പിശാച് പാഞ്ഞു നടക്കുകയാണ്, അല്ലേ? അതാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുന്ന പിശാച്. അവൻ എന്തിനു വേണ്ടിയാ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ തകർക്കാനാണ്. ഈശോയ്ക്ക് ഇത് അറിയാം. നമ്മളെ പിശാച് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ പിശാച് ആക്രമിക്കാതിരിക്കാൻ ഈശോ മിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും കൊണ്ട് നമുക്ക് ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടി. ആ കോട്ടയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ. ഈ സഭയോട് നാം ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം, ഈ സഭയിലെ വിശ്വസ്തരായ മക്കളായി നാം ജീവിക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മെ തൊടാനാവില്ല. കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധീകൃതരായി തിരുവചനം വായിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നവരെ പിശാചിന് സ്പർശിക്കാൻ പറ്റുമോ? പറ്റിയാൽ. ഇനി പിശാച് സ്പർശിച്ചാലും നമ്മളെ തകർക്കാൻ പറ്റിയ. കാരണം മറിയം ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ പിശാചിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് ഈ നാളുകളിൽ അവർ ചോദിച്ചിട്ട് ഒരു ലേഖനം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധയാകാൻ പോകുന്ന അമ്മയാണ്. മറിയം ത്രേസ്യ പുണ്യവതിയെ പിശാച് ഒത്തിരി പീഡിപ്പിക്കുമായിരുന്നു. ഒരു വിശുദ്ധേനെ പിശാച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകിയാൽ, പിശാചുകൾ വന്ന് ഇടിക്കുക, തല പിടിച്ച് കട്ടിൽ ക്രാസ് ഇടുക, അതുപോലെ ദേഹം പൊള്ളിക്കുക. പിയാനി പുണ്യാളൻ്റെ കട്ടിലിനൊക്കെ തീ ഇടുമായിരുന്നു പിശാച്. ഇങ്ങനെയൊക്കെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പിശാച് ചില ദുഷ്ടതകൾ പ്രവർത്തിച്ചതായി നമ്മൾ കേൾക്കുന്നു. പക്ഷേ അത്തരത്തിൽ പിശാചിൻ്റെ ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചെന്നിരിക്കും. പക്ഷേ അവരത് വിജയിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളതുകൊണ്ട് പിശാചിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ചില അവസരങ്ങൾ ജോബിൻ്റെ ജീവിതത്തിൽ എന്നതുപോലെ ദൈവം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരെ പിശാച് ആക്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ തിരുസഭയിൽ നിന്ന് അകലുമ്പോഴാണ്. ഒരു മകൻ പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന മുടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവനെ പിശാച് ചൂണ്ടയിട്ട് പിടിക്കും. ചിലപ്പോൾ മദ്യത്തിലേക്കായിരിക്കാം, മയക്കുമരുന്നിലേക്കാകാം, പോർണോഗ്രഫിയിലേക്കാകാം, അവിഹിത ബന്ധങ്ങളിലേക്കാകാം, സഭാവിരുദ്ധമായ വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാകാം. പ്രിയപ്പെട്ടവരെ, പിശാച് അത്തരം മക്കളെ ആകർഷിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, സഭയാകുന്ന സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിൽ
ഒരു വ്യക്തി ഇറങ്ങുമ്പോഴാണ്. തിരുസഭയാകുന്ന ഈ സംരക്ഷണ കോട്ടയെ സംശയത്തോടെ വീക്ഷിക്കാനും ഈ സഭയാകുന്ന കോട്ടയെ ആക്ഷേപത്തോടെ കരുതാനും അവഗണിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സംസ്കാരം ഇവിടെ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? ഇവിടെ നോക്കുക, തിരുസഭയെ അപമാനിക്കാൻ, സഭയുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്നു, കൂദാശകളെ ആക്ഷേപിക്കുന്നു, പൗരോഹിത്യത്തെ ആക്ഷേപിക്കുന്നു, സഭയുടെ സമ്പത്തിനെ ആക്ഷേപിക്കുന്നു, സഭയുടെ സ്ഥാപനങ്ങളെ ആക്ഷേപിക്കുന്നു. എല്ലാ മേഖലകളിലും സഭ അധിക്ഷേപിക്കപ്പെടുമ്പോൾ ഇളം തലമുറ സഭയിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു. സഭയിലെ വിശ്വാസം കുറഞ്ഞ് അവൻ പള്ളിയിൽ പോക്ക് കുറയുമ്പോൾ, കുമ്പസാരം വേണ്ടാന്ന് വയ്ക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരണം ഉപേക്ഷിക്കുമ്പോൾ ഫലത്തിൽ എന്ത് സംഭവിക്കും? ഫലത്തിൽ സംഭവിക്കുന്നത് സാത്താൻ അവൻ്റെ മേൽ പിടിമുറുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളി പോകാത്ത, സന്ധ്യാനമസ്കാരത്തിന് കൂടാത്ത, കുരിശ് വരയ്ക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ പിശാച് ഉപയോഗിക്കുന്ന കോണിയാണ് ആ മകൻ അല്ലെങ്കിൽ മകൾ. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കുക. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം, വിശ്വാസത്തിൻ്റെ വഴിയിൽ വളരാൻ. ഒരു വചനം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. അതിൻ്റെ വ്യാഖ്യാനം വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ആയുധങ്ങൾ ഏതൊക്കെയാണ്? സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ ധീര പടയാളിയാകണം നീ. കാരണം എന്താണ്? നീ പോരാടുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റിട്ട് കളിക്കുന്നവനെതിരെയല്ല. നീ പോരാടുന്നത് ഇവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയുടെ അധിപന്മാർക്കെതിരെ, സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് നാം പോരാടുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ആ ആയുധങ്ങൾ ധരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് പൗലോസ്ലീഹ പറഞ്ഞ അരാജകത്വത്തിൻ്റെ അരൂപി സഭയിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. ദ സ്പിരിറ്റ് ഓഫ് അനാർക്കി. അത് സഭയിൽ വന്നതിൻ്റെ ഒത്തിരി ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ലക്ഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി എന്ത് എന്ന് ശ്ലീഹ പറഞ്ഞു തന്നു. ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കണം. നമ്മൾ ക്രിസ്തുവിൽ ശക്തരാകണം. സഭ തീർന്നു പോകുമെന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ആ സഭയിൽ നമ്മളുണ്ടാകുമോ, നമ്മുടെ മക്കളുണ്ടാകുമോ എന്നതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. തിരുസഭയുടെ ഭാവിയെക്കുറിച്ച് ഞാനും ആശങ്കപ്പെടേണ്ട, ഒരു മെത്രാണച്ചനും ആശങ്കപ്പെടേണ്ട, ഒരു വിശ്വാസിയും ആശങ്കപ്പെടേണ്ട. കാരണം എന്താ?
സഭയുടെ ഭാവി എന്നതിന് നമ്മുടെ വിഷയമല്ല. അതാരുടെ കയ്യിലാണ്? അത് പിതാവായ ദൈവത്തിൻ്റെ കൈകളിലാണ്. കാരണം എന്താ? ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പക്ഷേ ആ ശരീരത്തിൻ്റെ ഭാഗമായി നിത്യതയോളം നമ്മൾ ഉണ്ടായിരിക്കുമോ, നമ്മുടെ വരും തലമുറ ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം, ആലോചിക്കണം, പ്രാർത്ഥിക്കണം. തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.